ഡിസംബർ 9, 11 തീയതികളിൽ കേരളത്തിൽ 2 ഘട്ടങ്ങളായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും വലിയ വിജയം പ്രതീക്ഷിച്ചാണ് കോൺഗ്രസ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വലിയ വാഗ്ദാനങ്ങൾ നിറഞ്ഞ പ്രകടന പത്രിക കേരളത്തിലെ സാധാരണക്കാരെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാർക്ക് കൈത്താങ്ങാകുന്ന രൂപത്തിലുള്ള കേരളത്തിലെ ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് പിടിക്കുന്ന പ്രകടന പത്രികയാണ് UDF നേതാക്കന്മാർ എറണാകുളത്ത് പ്രകാശനം ചെയ്തത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു ഭാഗത്ത് മതവർഗീയതയുടെ ആർത്തനാദവും ഹട്ടഹാസവുമായി കടന്നു വരുന്ന സംഘപരിവാർ, മറ്റൊരു ഭാഗത്ത് 10 വർഷമായി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന CPIM-ഉം ഇടതുമുന്നണിയും. ഈ 2 മുന്നണികളെ ഒരേപോലെ നേരിട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും മത്സരിക്കുന്നത്. നേരത്തെ പോലെയല്ല, മുമ്പത്തെ പോലെയല്ല. കാസർഗോഡത്തെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ കളിയിക്കാവിള വരെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കുറ്റമറ്റ രൂപത്തിൽ, അസ്വാരസ്യങ്ങളില്ലാതെ, പടലപ്പണക്കങ്ങളില്ലാതെ, എതിർസ്വരങ്ങളില്ലാതെ, വിഭാഗീയത ഇല്ലാതെ പൂർത്തീകരിച്ചു. എണ്ണയിട്ട യന്ത്രം കണക്കെ കോൺഗ്രസിന്റെ സംഘടനാ മിഷനറി ചലിക്കുകയാണ്. ഓരോ ബൂത്തുകളിലും പ്രവർത്തകർ ആത്മാർത്ഥമായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സ്ത്രീകളെയും KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും പരിചയസമ്പത്തിനെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേരളത്തിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ പോവുകയാണ്. 2010-ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയതിന് തുല്യമായ, അതിലും മികച്ച മിന്നും വിജയം ഇത്തവണ UDF നേടാൻ പോവുകയാണ്. മധ്യ കേരളം അടക്കം UDF തൂത്തുവാരുമെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഗ്രൗണ്ടിൽ നടത്തിയ സർവേയിലൂടെ വ്യക്തമാകുന്നത്. കൃത്യമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തീകരിച്ച ആ ദിവസം മുതൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിലാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തനം എല്ലാ വാർഡുകളിലും, കോർപ്പറേഷനുകളിലും, നഗരസഭകളിലും, ബ്ലോക്ക് പഞ്ചായത്തിലും, ജില്ലാ പഞ്ചായത്തിലും, ഗ്രാമപഞ്ചായത്തിലും നടന്നു വരുന്നത്. 2ാം ഘട്ട സർവേ ഞങ്ങൾ എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി പുറത്തുവിടാൻ പോവുകയാണ്. കൃത്യമായ രൂപത്തിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ചലിക്കുന്നുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരനെ അങ്കലാപ്പ് ആക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തൂക്കുമെന്ന് തന്നെയാണ് ഗ്രൗണ്ടിൽ നിന്നും ലഭ്യമാകുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവെക്കുന്നത്.